Hi, my dear friends, welcome to Commerce Bites. So, let's move to our motivational quote for today. Success isn't overnight, it when every day you get a little better than before. It adds up. അതായത് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് സക്സസ് കിട്ടും എന്ന് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആരും ട്രൈ ചെയ്യുകയും വേണ്ട, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുകയും വേണ്ട. പകരം എവറി ഡേ, ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾ വർക്ക് ചെയ്യണം. അത് ചിലപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ആയിരിക്കും. പക്ഷേ ആ വർക്ക് ചെയ്യണത് ആത്മാർത്ഥതയോട് കൂടി, എനിക്കത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആത്മാർത്ഥതയോട് കൂടിയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഹാവിങ് ബെറ്റർ. നമുക്ക് തലേ ദിവസത്തിനേലും ഡേ ബിഫോർ എസ്റ്റർഡേനേലും നല്ല റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. Success isn't overnight, it's when every day you get a little better than before. It adds up. ഓരോ ദിവസവും അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേയല്ലല്ലോ. നമ്മൾ അത്ര ഡീപ്പായിട്ടാണ് പഠിക്കുന്നത്, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ സക്സസ്സിനുള്ള ആ ഒരു എയിം കൂടി വരുള്ളൂ. ഓക്കെ, സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. So, question number 96. Which of the following is not included in McCormack and Yager taxonomy? ഈ ടാക്സോണമി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈവൻ ദോ ഇറ്റ് ഹാസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ, റൈറ്റ്? സോ നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് പിക്ചർ ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. അതായത് ഈ ടാക്സോണമിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് തന്നേക്കുന്നത് ഓപ്ഷൻ എ നോളജ്, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ, ഓപ്ഷൻ സി ക്രിയേറ്റിവിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ഇവാലുവേഷൻ. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ഇൻക്ലൂഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കാദ്യം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡൊമെയിൻസ് എന്ന് നോക്കാം. McCormack ആൻഡ് യാഗർ ടാക്സോണമിയുടെ ഡൊമെയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോളജ്, അതാണ് ഓപ്ഷൻ എ നോളജ്. Option B and the next one is process. The next one creativity, and next attitudinal domain, and the last one is application domain. നിങ്ങൾക്കിതൊരു പുതിയ ഫ്രേസ് ആയിരിക്കും, ഈവൻ ദോ ജസ്റ്റ് ഒന്ന് റെഡ് പെൻ വെച്ചൊന്ന് മാർക്ക് ചെയ്തോളൂ. McCormack ആൻഡ് യാഗർ ടാക്സോണമി അതിൽ പറയുന്നത് നോളജ്, പ്രോസസ്, ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡിനൽ ആൻഡ് ആപ്ലിക്കേഷൻ ഡൊമെയിൻ. ഈ 5 ഡൊമെയിൻസാണ് McCormack ആൻഡ് യാഗർ ടാക്സോണമിയിൽ പറയുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ നോളജ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇവാലുവേഷൻ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ല അല്ലേ? സോ ഇവാലുവേഷനാണ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, സോ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്ന ഇവാലുവേഷനാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. I hope you get that, right? Moving to the next question, question number 95. Identify the correct sequence of the cognitive development. Here options are, നമുക്ക് ഇവിടെ 4 സെക്ഷൻ തന്നിട്ടുണ്ട്, 4 സീക്വൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പൈഗറ്റ്സിൻ്റെ ലേണിംഗ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 29 സെപ്റ്റംബർ 2019 ഓൾറെഡി അവർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും കോഗ്നേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ പൈഗറ്റ് എന്ന്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പൈഗറ്റിൻ്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ സംഭവം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. പൈഗറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പോയിൻറ്റ്സ് നിങ്ങളുടെ നോട്ട്സിലേക്ക് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ വിൽ ബി വെരി ഈസിലി ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ. അതായത് ആ ഓരോ സ്റ്റേജിലും ഞാൻ കുറച്ച് കീവേഡ്സ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കീവേഡ്സാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈഗോ സെൻട്രിസം, ആബ്സ്ട്രാക്ട് തിങ്കിങ്, കോൺക്രീറ്റ് തിങ്കിങ്, ഇൻറ്റ്യൂഷൻ ഫേസ്, ഇത് ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈഗോ സെൻട്രിസമാണ്. ഈഗോ സെൻട്രിസം ഏത് സ്റ്റേജിലാണ് വരുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് സെക്കൻഡ് സ്റ്റേജിൽ. ഇനി നെക്സ്റ്റ് വൺ അബ്സ്ട്രാക്ട് തിങ്കിങ്. അബ്സ്ട്രാക്ട് തിങ്കിങ് 4th സ്റ്റേജിലല്ലേ വരുന്നത്? അബ്സ്ട്രാക്ട് തിങ്കിങ് ഫോമൽ ഓപ്പറേഷനിലാണ് വരുന്നത്. ദ തേർഡ് വൺ കോൺക്രീറ്റ് തിങ്കിങ്. കോൺക്രീറ്റ് തിങ്കിങ് നമ്മളുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ, അതായത് സ്റ്റെപ്പ് 3ലാണ് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റ്യൂട്ടീവ് ഫേസ്. ഇൻറ്റ്യൂട്ടീവ് ഫേസ് എന്നുള്ളത് നമ്മളുടെ സ്റ്റേജ് 2ൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ഈഗോ സെൻട്രിസം, അത് കഴിഞ്ഞ് ഇൻറ്റ്യൂട്ടീവ് ഫേസ്, ദെൻ കോൺക്രീറ്റ് തിങ്കിങ്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ ആ പറഞ്ഞ കീവേഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? So that's it. Moving to the next question, an advanced organizer will help to
Options are option A, direct students' attention to import points. Option B, to relate the ideas to be presented. Option C, to remind the students about the relevant information. Option D, to give opportunity to move on to the concept. So here നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ടു ഡയറക്റ്റ് സ്റ്റുഡൻസ് അറ്റൻഷൻ ടു ഇമ്പോർട്ട് പോയിൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ, അതായത് കുട്ടികളിൽ നിന്ന് പോയിൻറ്റ്സ് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്നാണ് പറയുന്നത്. അഡ്വാൻസ് ഓർഗനൈസർ ഓൾറെഡി പഠിച്ചൊരു കുട്ടിക്ക് ആ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് തോന്നില്ല. ദെൻ മൂവിങ് ടു ഓപ്ഷൻ ബി, അതിൽ പറയുന്നത് ടു റിലേറ്റ് ദ ഐഡിയാസ് ടു ബി പ്രസൻറ്റഡ്, ഐഡിയാസ് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതുമല്ല. ഓപ്ഷൻ സി, ടു റിമൈൻഡ് ദ സ്റ്റുഡൻസ് അബൌട്ട് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ, റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ജസ്റ്റ് കുട്ടികളെ ഒന്ന് ബോധവൽക്കരിക്കുക, അതുമല്ല. ഓപ്ഷൻ ഡി, അതായത് ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു മൂവ് ഓൺ ടു ദ കോൺസെപ്റ്റ്, അതായത് കുട്ടികൾക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ടു മൂവ് ഓൺ ടു ദ കോൺസെപ്റ്റ്. അതാണ് അഡ്വാൻസ് ഓർഗനൈസറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് ഒന്ന് നോക്കിയേക്കാം, റൈറ്റ്? So, advanced organizer is a frame used by the learner in order to organize and target new knowledge to be learned prior to learning such information. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഓർഗനൈസിങ് നടത്തും. ആ ഒരു ഓർഗനൈസിങ്ങിനെയാണ് അഡ്വാൻസ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രെയിം യൂസ്ഡ് ബൈ ദ ലേണർ in order to organize and target ന്യൂ നോളജ്, ഒരു ന്യൂ നോളജിനെ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യാനും. ഓക്കെ, പ്രയർ ടു ലേണിംഗ്, പഠിക്കുന്നതിന് മുന്നേ സച്ച് ഇൻഫർമേഷൻ. ദിസ് അപ്രോച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ഒസബെൽ. 3 ബേസിക് പേർപ്പസാണ് അഡ്വാൻസ് ഓർഗനൈസറിനുള്ളത്. ഫസ്റ്റ്, ദ ഡയറക്റ്റ് ദ സ്റ്റുഡൻസ് അറ്റൻഷൻ ടു വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ അപ്കമിങ് ലെസൺ. നമുക്ക് വരുന്ന ഫ്യൂച്ചർ ലെസൺസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്, കുട്ടികൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഏത് പോർഷനിലേക്കാണെന്ന് ആദ്യം സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദേ ഹൈലൈറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഐഡിയാസ് ദാറ്റ് വിൽ ബി പ്രസൻറ്റഡ്. ഒരു റിലേഷൻഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്യും. ദ തേർഡ്, ദേ റിമൈൻഡ് ദ സ്റ്റുഡൻസ് ഓഫ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ദേ ഹാവ് ഓൾറെഡി ലേൺഡ്. അവർക്ക് നേരത്തെ ഓൾറെഡി അവർക്കുള്ള നോളജ് വെച്ച് അവർ റെലവൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് റിമൈൻഡ് ചെയ്യിക്കാൻ നോക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ജസ്റ്റ് ഒരു ബ്രീഫ് പിക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 93. In group investigation model, role of a teacher is. Options are option A, organizes plan for presentation. Option B, generate questions and sort them. Option C, presenting the content. Option D, locate the information from the sources. Here the option A will be the correct answer. അതായത് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ടീച്ചറിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ടീച്ചർ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഓർഗനൈസസ് പ്ലാൻ ഫോർ ദ പ്രസൻറ്റേഷൻ. ആ ഒരു പ്രസൻറ്റേഷനുള്ള പ്ലാൻസ് ഓർഗനൈസ് ചെയ്യുക എന്നതുള്ളതാണ് ആ ഒരു ടീച്ചറിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം. അല്ലാതെ ജനറേറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സോർട്ട് ദം, ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാനും അത് സോർട്ട് ചെയ്യാനും ആ ഒരു ഓപ്ഷനല്ല. ഓപ്ഷൻ സി, പ്രസൻറ്റിങ് ദ കണ്ടൻറ്റ്. ആ ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആരാ, സ്റ്റുഡൻസ്. ഓപ്ഷൻ ഡി, ലൊക്കേറ്റ് ദ ഇൻഫർമേഷൻ ഫ്രം ദ സോഴ്സസ്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടതെല്ലാം കുട്ടികളുടെ കടമയാണ്. അണ്ടർസ്റ്റുഡ്? സോ ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ റോൾ ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസസ് പ്ലാൻ ഫോർ പ്രസൻറ്റേഷന് വേണ്ട പ്ലാൻ ഓർഗനൈസ് ചെയ്യുക എന്നത് മാത്രമാണ്. നമ്മൾ ഇന്ന് 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ വാസ് കോർമാക് ആൻഡ് യാഗ ടാക്സോണമി. അതിൽ നമ്മൾ 5 ഫേസസ്, 5 ഡൊമെയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നോളജ് പറഞ്ഞു, ആപ്ലിക്കേഷൻ പറഞ്ഞു, ക്രിയേറ്റിവിറ്റി പറഞ്ഞു, പിന്നെ വേർഡ് വി ഹാവ് ഡിസ്കസ്ഡ്, ആറ്റിറ്റ്യൂഡിനൽ പറഞ്ഞു, ദെൻ പ്രോസസ് ഡൊമെയിൻ പറഞ്ഞു. അങ്ങനെ 5 ഫേസസ്, 5 ഡൊമെയിൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ടായിരുന്നില്ല. So that was the odd one. Then we have discussed on Pygot's cognitive development in the ആ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞു. ഈഗോസെൻട്രിസം ഫസ്റ്റ്, then intuitive phase, then next one will be concrete thinking, and the last will be abstract thinking പറഞ്ഞു. Then we have discussed on advanced organizer. Advanced organizer will help you
to give the opportunity to move on to the concept. ക്ലാസ്സിൽ മാഡം ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ഒരു പോർഷൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ അവർ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിനൊന്ന് വിലയിരുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ വിലയിരുത്തുമ്പോൾ ആ കുട്ടിക്ക് ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതൊരു വലിയ ട്രിക്കാണ്, ടെക്നിക്കാണ്, വിച്ച് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഫോളോ, റൈറ്റ്? ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ഒരു റോൾ ഓഫ് എ ടീച്ചർ. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഓർഗനൈസസ് പ്ലാൻസ് ഫോർ പ്രസൻറ്റേഷൻ. So that's it. Let's see in the next video. Till then, work hard and study well. Thank you.